സ്ക്രീൻ മൊത്തം ഞാൻ വെറ്റാക്കിയിട്ടുണ്ട്. നനഞ്ഞ കൈകൾ കൊണ്ട് നനഞ്ഞ സ്ക്രീനിൽ ഞാൻ വളരെ എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ വെറ്റ് ടച്ച് എന്ന് പറയുന്ന സംഭവം കൊള്ളാം, വളരെ യൂസ്ഫുൾ ആയിരിക്കും. പേടിക്കണ്ട, IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസി സ്മാർട്ട് ഫോൺ ഉണ്ട്. സോ ഫൈനലി നമ്മൾ ആഗ്രഹിച്ച സ്മാർട്ട് ഫോൺ അല്ല നമ്മുടെ കയ്യിലെത്തിയത്. ഞാൻ IQOO Neo 9 Proന്റെ ആ ഒരു ലെതർ വേരിയന്റ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇതിന്റെ ബ്ലാക്ക് വേരിയന്റ് ആണ്. ബ്ലാക്ക് വേരിയന്റ് ബാക്ക് സൈഡിൽ ലെതർ കിട്ടുന്നില്ല എങ്കിലും ഈ സാധനത്തിൽ ഫ്രണ്ടിലും ബാക്കിലും സ്കോച്ച് സെൻസേഷൻ UPയുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മൾക്ക് ഒരു യഥാർത്ഥ ഫ്ലാഗ്ഷിപ്പ് കില്ലർ കിട്ടിയിരിക്കുകയാണ്. സത്യം പറയാലോ, 35,000 രൂപയ്ക്ക് നിങ്ങളൊരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഉള്ളത്, ഡ്യുവൽ ചിപ്പൊക്കെ ഉള്ള ഒരു നല്ല ക്യാമറയൊക്കെയുള്ള സ്മാർട്ട് ഫോൺ വേറെ കിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതാണ് IQOO Neo 9 Pro. ഇതിന്റെ ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫ്രണ്ടിൽ IQOO Neo 9 എന്ന് എഴുതിയിട്ടുള്ളൂ, 9 Pro എന്നില്ല, സൈഡിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു IQOO Neo 9 എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കിയാൽ 9 കാണില്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്ന് ടിൽറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ലൈറ്റ് അടിക്കും, നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും ബോക്സിനകത്ത് നമ്മുടെ സ്ഥിരം സാധനങ്ങൾ, സ്മാർട്ട് ഫോൺ ഉണ്ട്, സ്മാർട്ട് ഫോൺ ഇടാൻ പറ്റുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ്, കുറച്ച് ഡോക്യുമെന്റേഷൻസ്, 120 വാട്ടിന്റെ ഒരു ചാർജർ ഇൻബോക്സ് കൊടുത്തിട്ടുണ്ട്. Type C to Type C ആണ്, കേബിളും അതേപോലെ ചാർജറും PD ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിം ടൂൾ ഉണ്ട്. ഓക്കെ, ഫോൺ ഫസ്റ്റ് കയ്യിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് സ്ലിം ആട്ടോ. ഫോണ് 7.99 mm മാത്രമാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഇത് കോൺകറർ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. ഇതൊരു മാറ്റ് ഫിനിഷ് ബാക്ക് സൈഡ് ഒക്കെ വരുന്നത്. പിന്നെ ഒരു കളറും കൂടി ഉണ്ട്, ഫയറി റെഡ്. എന്തായാലും എന്ത് ചെയ്യും, നമുക്കൊരു മാറ്റ് ഫിനിഷ് ഫ്രെയിം, മാറ്റ് ഫിനിഷ് ബ്ലാക്ക്, ഒരു സ്ക്വർക്കിൾ, അതായത് സ്ക്വയറും സർക്കിളും ചേർന്നിട്ടുള്ള ക്യാമറ മൊഡ്യൂൾ ഉണ്ട്. ഇവിടെ നിയോ എന്ന് എഴുതിയിട്ടുണ്ട്, IQOOയുടെ ലോഗോ, താഴെ സ്പീക്കർ കില്ല്, Type C പോർട്ട്, മൈക്രോഫോണ്, സിം ട്രേ ഉണ്ട്, സൈഡിൽ വോളിയം ബട്ടൺസ്, മുകളിൽ IR ബ്ലാസ്റ്റർ ഉണ്ടല്ലോ. സ്മാർട്ട് റിമോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിനകത്ത് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഓക്കെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് IR ഷിറ്റ്, ജസ്റ്റ് കിഡിങ്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് പറയാനുള്ളത്, ഈ 35,000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഡിസ്പ്ലേ ഉണ്ടല്ലോ, IQOO 12 ആ ഒരു സെയിം ഡിസ്പ്ലേ ആണ്. ഏത് മറ്റേ 6.78 ഇഞ്ചിന്റെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റുള്ള LTPO പാനൽ, AMOLED 1080p ഒന്നുമല്ല, 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ. സെയിം നമ്മുടെ 3000 നിറ്റ്സിന്റെ ബിഗ് ബ്രൈറ്റ്നസ് ഒക്കെ തരുന്ന അതേ ഡിസ്പ്ലേ തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വെരി ഗുഡ് ജോബ് IQOO. സ്ക്രീനിന്റെ പ്രൊട്ടക്ഷൻ പറഞ്ഞ പോലെ സ്കോച്ച് സെൻസേഷൻ UP ആണ്. ആദ്യം കാണിച്ച ഒരു വെറ്റ് ടച്ച് ഫീച്ചർ ഉണ്ട്. സ്മാർട്ട് ഫോണിന്റെ ബിൽഡ് വളരെ നല്ലതാണ്, IP54 റേറ്റഡും ആണ്. സോ ഡിസൈൻ വൈസ്, ഡിസ്പ്ലേ വൈസ് ഒന്നും പറയാനില്ല, അടിപൊളി. സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം, ഭംഗി കൊണ്ട് ആൾക്കാരെ സ്മാർട്ട് ഫോൺ കമ്പനീസ് വീഴ്ത്തും, പക്ഷെ ഉള്ളിൽ പൊള്ളയായിരിക്കും. എന്നാൽ ഈ സാധനത്തിനകത്ത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസറാണ്. ഒരു കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞുതരാം. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്സെറ്റ് ഉണ്ടല്ലോ, വൺ ഓഫ് ദ സ്റ്റേബിൾ നല്ല പെർഫോമൻസ് തരുന്ന ചിപ്സെറ്റ് ആണ്. അതായത് 8 Gen 1 ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും എന്താ പറയുക, അടിപൊളിയായിട്ട് സോൾവ് ചെയ്തിട്ട് ഭയങ്കര പവർ എഫിഷ്യൻ്റ് ആയിട്ട് ഹീറ്റിംഗ് ഒക്കെ കുറച്ച് നല്ല പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റ് ആണ് 8 Gen 2. ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 1.7 മില്യൻ്റെ AnTuTu സ്കോറാണ് ഈ ഒരു ചിപ്സെറ്റ് തരുന്നത്. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലൊന്നും നോക്കേ വേണ്ട. ഗെയിമിങ്ങിന് ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ബഡ്ജറ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി മേടിക്കുക. ഇത് പറയാനുള്ള കാരണം വേറെ ഒന്നുമില്ല, ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് BGMI 90 FPS കളിക്കാൻ പറ്റും. BGMI 90 FPS ഔട്ട് ഓഫ് ദ ബോക്സ് കളിക്കാം. പ്ലസ് ഇതിനകത്ത് ഡ്യുവൽ ചിപ്പ് ഉണ്ട്, ഗെയിമിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു Q1 ചിപ്പ് ഉണ്ട്. ആ ഒരു Q1 ചിപ്പ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് MEMC ടെക്നോളജി വഴി ഇടയിൽ ഫ്രെയിംസ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് 144 ഹെർട്സിൽ ഗെയിംസ് കളിക്കാനായിട്ട് പറ്റും. 144 FPS നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. 1.7 മില്യൺ AnTuTu സ്കോർ വരാനായിട്ട് ജസ്റ്റ് ആ ഒരു പ്രോസർ മാത്രം പോരാ, അതിന്റെ റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പും. ഇതിനകത്ത് LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് ആണ്. യെസ്, ആദ്യം 4.0 കാണിച്ച് പിന്നെ 3.1 ആക്കുന്ന പരിപാടിയില്ല, വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇതിന് 3 വേരിയൻസ് ഉണ്ട്. 8GB 256ന്റെ വേരിയന്റും 12GB 256ന്റെ വേരിയന്റും ഉണ്ട്. ഇതിനകത്ത് LPDDR5 റാമും UFS 4.0 സ്റ്റോറേജും ആണ്. കുറച്ചുകൂടെ കുറഞ്ഞ 8GB റാമും 120GB സ്റ്റോറേജ് വേരിയന്റ് ഉണ്ട്. അതിനകത്ത് UFS 3.1 ആണ്. പിന്നെ 12GB റാമിന്റെ ഫോൺ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഡഡ് റാം വെച്ചിട്ട് 24GB വരെ നിങ്ങൾക്ക് റാം ആക്കാനായിട്ട് പറ്റും. പിന്നെ ആദ്യം പറഞ്ഞ ഒരു MEMC ടെക്നോളജി ഇല്ലേ, ഫ്രെയിം ഇടയ്ക്ക് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞത്, അത് ജസ്റ്റ് ഗെയിം കളിക്കുമ്പോൾ മാത്രമേ കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ പോലും അത് ചെയ്യാൻ ജസ്റ്റ് സെറ്റിംഗ്സിൽ ഓൺ ആക്കിയാൽ മതി. FPS കുറഞ്ഞ യൂട്യൂബ് വീഡിയോസ് പോലും സ്മൂത്ത് ആക്കി തരും. യൂട്യൂബിൽ മാത്രമല്ല, നെറ്റ്ഫ്ലിക്സിലും ഉണ്ട്, പ്രൈമിലും ഉണ്ട്. ആൻഡ് ഈ ഒരു ഡിസ്പ്ലേ HDR10+ സർട്ടിഫൈഡ് ആണ്. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സിലൊക്കെ HDR കോണ്ടന്റ് ആസ്വദിക്കാനായിട്ട് പറ്റും. പിന്നെ ഗെയിം കളിക്കുമ്പോൾ ചൂടാവുന്നുണ്ടോ എന്ന് പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും. പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് അല്ലേ, പ്രൈസ് കട്ടിങ്ങിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. ഇല്ല, 6K വേപ്പർ ചേമ്പർ കൂളിംഗ് കൂടിയുണ്ട്. ഹീറ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ അനുഭവപ്പെട്ടിട്ടേ ഇല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ. എത്ര 144 FPS നമ്മൾ വെച്ച് ഗെയിം കളിച്ചാൽ പോലും. സ്മാർട്ട് ഫോൺ ഞാൻ സ്ലിം എന്ന്
പറഞ്ഞില്ലേ 7.99 മില്ലിമീറ്റർ മാത്രം, പക്ഷേ ഇതിനകത്ത് 5160 mAh ബാറ്ററി ഉണ്ട്. ഡെഫിനറ്റ്ലി LTPO ഡിസ്പ്ലേ ആണ്, സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്സെറ്റ് ആണ്, ആൻഡ് UFS 4.0 നിങ്ങൾക്ക് അറിയാലോ 3.1 എത്രയോ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ്. ഇതൊക്കെ കൊണ്ട് തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് ബാറ്ററി 1 day ഫുൾ ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഇൻ ബോക്സ് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇത് 65 വാട്ടിൻ്റെ PD ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചാർജ് ആയിക്കോളും. സോ ഡിസൈൻ കൊള്ളാം, ഡിസ്പ്ലേ കൊള്ളാം, പെർഫോമൻസ് കൊള്ളാം. ഇനി ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ വേണ്ടതെന്താണ്? ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ Vivo X100 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമ്മൾ വീഡിയോ ചെയ്ത് അതിനകത്ത് വന്നിരിക്കുന്ന സെയിം 50 MP പ്രൈമറി സെൻസറാണ്. ഏത് IMX920 സെൻസറാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. അതെ, ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ആ സെയിം സെൻസർ. അതുകൊണ്ട് തന്നെ ഫോട്ടോ പെർഫോമൻസിൽ യാതൊന്നും പറയാനില്ല. കിഡിലൻ ഔട്ട്ഡോർ ഫോട്ടോസ്, ഈവൻ നൈറ്റ് വിഷൻ, കിഡിലൻ നൈറ്റ് ഫോട്ടോസ് വരുന്നുണ്ട്. കുറേ അധികം ഫോട്ടോ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഒന്നും എടുത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അടിപൊളി ഫോട്ടോസ് തന്നെയാണ് ഈ ഒരു സാധനത്തിൽ നിന്ന് ഡീഫോൾട്ട് ഔട്ട്പുട്ടിൽ വരുന്നത്. 1Xലും അതേപോലെ 2Xലും നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോസ് നല്ലപോലെ എടുക്കാൻ പറ്റുന്നുണ്ട്. ക്യാമറയിൽ നമുക്ക് 3 തരം സ്റ്റൈൽസിൽ ഫോട്ടോസ് എടുക്കാം. നാച്ചുറൽ ഉണ്ട്, ടെക്സ്ചേർഡ് ഉണ്ട്, വിവിഡ് ഉണ്ട്. ഇനി ഞെട്ടിക്കുന്ന വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് 8K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ,4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് 4K 30 FPS സൂപ്പർ നൈറ്റ് വീഡിയോസും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ ക്യാമറ 8 MP അൾട്രാ വൈഡ് ക്യാമറയാണ്. പ്രൈമറി ക്യാമറയിൽ നിന്നും അൾട്രാ വൈഡിൽ അത്ര അധികം കളർ ഷിഫ്റ്റ് ഇല്ല എങ്കിലും നമ്മൾക്ക് ആ ഒരു ക്വാളിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. കുറച്ച് ഫോട്ടോ സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ടിലെ ക്യാമറയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ സെൽഫീസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് 1080p 30 FPS മാത്രമേ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് 1080p 60 FPS എങ്കിലും കൂടി ഫ്രണ്ടിൽ കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയത്. കാരണം 16 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുമ്പോൾ 1080p അല്ല ഒരു 4K കൊടുക്കേണ്ടതാണ്. ബട്ട് സ്റ്റിൽ 1080p 60 FPS കൂടി ആഡ് ചെയ്യാമായിരുന്നു. സോ ദാറ്റ് ഈസ് മിസ്സിങ്. ഇനി സോഫ്റ്റ്വെയർ വൈസും മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴയ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 വരുന്നത്. ഫൺ ടച്ച് OS 14 തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇല്ല എന്നല്ല, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് കാണാൻ പറ്റുന്നുണ്ട്. മിനി വിൻഡോ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കൈനറ്റിക് വാൾപേപ്പർ, അത്തരത്തിൽ കുറേ അധികം സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യുക, ലോക്ക് സ്ക്രീനിലെ ക്ലോക്ക് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറ്റാം. ഈ സ്മാർട്ടിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അത്യാവശ്യം വളരെ ഫാസ്റ്റ് ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സും തരുമെന്നാണ് IQOO പറയുന്നത്. ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നല്ല ബെസ്റ്റ് ബൈ സ്മാർട്ട് ഫോൺ തന്നെയാണിത്. ഒരു 35,000 rupees റേഞ്ചിൽ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഏർലി മാർച്ച്, അതായത് മാർച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നത് 8GB RAM 120GB സ്റ്റോറേജ് വേരിയൻറ്റുമാണ്. അത് UFS 3.1 ആണ്. 8GB RAM 256GB, അതേപോലെ തന്നെ 12GB RAM 256GB വേരിയൻസിലാണ് UFS 4.0 വരുന്നത്. അതും വൈകാതെ തന്നെ വരുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ 120GB വേരിയൻറ്റ് മേടിക്കേണ്ട. കാരണം 1000 rupees എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 256GB UFS 4.0 വരുന്ന വേരിയൻറ്റ് ലഭിക്കുന്നുണ്ട്. അതായത് 26 ഫെബ്രുവരിക്കുള്ളിൽ നിങ്ങൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ ലോഞ്ച് ടൈം ഓഫറായിട്ട് നിങ്ങൾക്ക് 1Kയിൽ ഈ ഒരു സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. പഴയ ഫോൺ നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ 4000 rupees വരെയുള്ള എക്സ്ചേഞ്ച് ബോണസ്, പിന്നെ ബാങ്ക് ഓഫർ 2000 rupees ഉണ്ട്. അതുപോലെ വാറന്റിനെ പറ്റിയും പേടിക്കേണ്ട, 6 months അഡീഷണൽ വാറന്റിയും കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ പല ആൾക്കാരും IQOOയുടെ ഫോൺ എടുക്കാനായിട്ട് മടിക്കുന്നുണ്ട്, IQOOന് സർവീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പണ്ടത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, IQOO ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയിൽ നിങ്ങൾ വിവോയുടെ ചാർജർ പെട്ടിക്കകത്ത് കണ്ടിട്ടുണ്ടാവും പണ്ട്. യെസ്, IQOO എന്ന് പറഞ്ഞാൽ വിവോയുടെ സബ് ബ്രാൻഡാണ്. വിവോയുടെ സർവീസ് സെൻറ്റേഴ്സിൽ IQOO സർവീസ് ചെയ്യുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ IQOO Neo 9 Proൻ്റെ ഇനിഷ്യൽ ഇംപ്രഷൻസ്. നിങ്ങൾക്ക് എന്താണ് ഈ സ്മാർട്ട് ഫോണിനെ പറ്റി തോന്നുന്നത്? ശരിക്കും ഒരു വാല്യൂ ഫോർ മണി അല്ലേ? കാരണം എനിക്ക് നല്ലൊരു വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ ആയിട്ടാണ് തോന്നിയത്. എന്നാലും നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.